അമ്മ ഞാൻ കഥ പഠിപ്പിച്ചേരവേ. മതി കഥക്ക് മതി. ഓക്കെ അവളാകരുതല്ലേ. നോക്കോ 1 2. ഇവള് എന്തിട്ട് കാണിക്കണം നീ? കാണിക്കുക ഒന്നുകൂടി. അതിന്റെ 1 2 3 2 3 1 2 3. ഇനി കറക്കുവാണേ. 1 2 3. ഇനി അത് സ്പീഡില് 1 2 3. എന്തു അടി ഇത്? 1 2 3. ഇത് കറങ്ങണടി, തല കറങ്ങുന്നത്. തിരിച്ചു കറങ്ങില്ലെങ്കിൽ തല ചുറ്റുപടി. ഈ അമ്മ ഇനി അത് സ്പീഡ് കാണിച്ചോ, നോക്കിക്കോണേ കേട്ടോ. 1 2 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. എങ്ങനെ ഒന്നുകൂടെ കാണിട്ട്. 1 2 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. നല്ല ഈസി. ഇത് ചുമ്മായിട്ട് അടിച്ചാ മതിയല്ലോ. ബേസിക് നേരത്തെ നീ വേറെ കാണിച്ചേ. അത് ഞാൻ പിന്നെ ഒരു രസമാവട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചതാണ്. നിങ്ങൾക്ക് പിന്നെ ബേസിക് ഒന്നും പഠിക്കാൻ അല്ലല്ല, കാണിക്കുകയാണെങ്കിൽ ഒരേ സ്റ്റെപ്പ് തന്നെ വീണ്ടും കാണിച്ച് പഠിക്കും. ഒരെണ്ണം പഠിച്ചിട്ട് അടുത്തതിലേക്ക് പോയാൽ ആദ്യം ഇത് പഠിക്കുന്ന ഇനി വേറെ പഠിപ്പിച്ചേർത്താ. എടി ആദ്യം അത് പഠിപ്പിച്ചതാ. നിനക്കിപ്പോ എല്ലാം കൂടെ കാണിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ആവശ്യം. അന്ന അടുത്ത കാണിച്ചു ചെയ്യാൻ പറ്റും നോക്കും. ബോക്സിംഗ് പോലാത്ത പരിപാടി. 3 1 2 3 4. ഒരു കാലില് 4 പ്രാവശ്യം. 1 2 3 4 5 കണ്ടാ അവൾ 5 ഈ കളി തന്നെ അടിച്ചു. 1 2 3 4 5 6 7 8 ഇത്രയുള്ള മണി. നീ എന്താണ് കാണിക്കുന്നത്? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. അത് തന്നെ ഈ അമ്മയ്ക്ക് ഒരു കുന്തു. ഞാൻ ഇങ്ങോട്ട് പറ, ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് ഒരു കുന്തു അറിഞ്ഞൂടാ. ആരത്ത് പറയണ്? നീ ആരത്ത് പറയണ്? അമ്മയ്ക്ക് ഡാൻസ് അറിഞ്ഞൂടാന്ന് നീ ആരത്ത് പറയുന്നു? അച്ഛൻ്റെ അടുത്ത്. എടി ഇവള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, ഞാൻ കണ്ടിട്ടുള്ളല്ലേ. പിന്നെ ഞാൻ ഈ സാധനം ഒന്നും പഠിച്ചില്ല. ഞാൻ മറ്റേ ഭരതനാട്യം ചെയ്യും. പണ്ട് ഓർമ്മയുണ്ടാ? അന്ന് റിങ്കിയേ ഉള്ളൂ. ഞങ്ങള് അമ്പലത്തിന്റെ താമസിക്കുന്ന വീട്ടില് ഇവള് ഡാൻസ് ചെയ്യായിരുന്നു വീട്ടില്. എന്നാ കളിച്ചാണ് ഇപ്പൊ എന്തോന്ന് ഭരതനാട്യം. പിന്നെ ഞാൻ 10-35 വർഷം മുന്നേ പഠിച്ച പാട്ട് പാടുമ്പോ ഡാൻസ് ചെയ്യും. ഞാൻ പാട്ടൊക്കെ പാടുകയാണെങ്കിൽ ഉടനെ അവള് ഡാൻസ് ചെയ്യും. അച്ഛൻ പാടാ. അച്ഛൻ പാടണമെന്നില്ല, അമ്മ ഡാൻസ് ചെയ്യും. നീ ആ പഴയ നമ്മളെ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് പാടുമ്പോ നീ ഡാൻസ് ചെയ്യല്ലോ. നിങ്ങൾ പാടിയാ ഞാൻ ചെയ്യാം. എനിക്കിപ്പോ അന്നത്തെ ആ പാട്ട് വരില്ല, പിച്ചൊക്കെ ഔട്ടോ മാത്രമേ അതുപോലെ ഒന്നും പാടാം. അതൊന്നും കുഴപ്പമില്ല, ഒന്ന് നിങ്ങൾ പാടിയാ ഞാൻ ഡാൻസ് കളിക്കാം. ഇല്ലെങ്കിൽ വേറെ പണി പിടിക്കും രാവിലെ. ഒന്ന് നോക്കാം. ഏത് പാട്ട്? അന്ന് പാട്ട് പാടില്ല. കൺമണി നീ എൻ കരം പിടിച്ചാലെന്നുള്ള പാട്ട്. നീ എപ്പോഴും ഡാൻസ് ചെയ്യാറ്. എക്സ്പ്രഷൻ ആണ് പിള്ളേ. കണ്ണൊക്കെ കാണിച്ചോട്. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ കണ്ണാ, ഞാനുണ്ടല്ലോ ചാരെ. നന്നായിട്ട് കളിക്കോള്. അയ്യോ എന്നിട്ടാണ് ഇത്ര അഭിനയം ഇവിടെ. നിനക്ക് എന്താ അറിയാ, ഇപ്പോഴല്ലേ. ഇപ്പൊ പിന്നെ സമയമില്ലാത്തോണ്ടും അടുക്കള പണിയും ഇവിടെ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കണ്ടേ. മുമ്പ് അങ്ങനെയൊന്നും അല്ല. അടുക്കള പണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ ഇന്നലത്തെ ജോലി ഫുള്ള് ഞാനാണ് ചെയ്യുന്നത്. അതെ, വേറെ കാര്യം, ഇന്ന് അവള് വരും, ചിന്നു വരും. വരുമ്പോ ഇവിടെ ആഹാരം ഒന്നും ഇല്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിലാവും അടുത്തത്. ഞാൻ പറയട്ടെ, ഞാനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്നത്തെ ജോലി ഫുള്ള് ഇവള് ചെയ്യണം. എന്തോന്ന് നീ ചെയ്യണം. അയ്യോ നീ പഠിക്കണ്ട്. തേങ്ങ ചിരണ്ടിട്ടുള്ള പഠിപ്പൊക്കെ മതി. പറഞ്ഞൂടാ. തേങ്ങ നിനക്ക് അറിഞ്ഞൂടെ? ഞാനേ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ
ഓടി ഈ ഷോളൊക്കെ ആദ്യം മാറ്റ്. വാ 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 എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച ഭയങ്കര ഉത്സാഹമായിരുന്നല്ലേ. വാ രാവിലെ തന്നെ അമ്മയും മക്കളും നല്ല മൂഡിലാണ്. ഈ ചിരവയ്ക്ക് മൂർച്ചയില്ല. ചിരവയ്ക്ക് മൂർച്ച ഞാൻ ഉണ്ടാക്കി തരാം. പോ. പണി ചെയ്യാനുള്ള മടികള്. നല്ല മണം. തക്കാളി കറിയാണോ? ഓ എടി നേരെ ചിരകടി. ചിരവ തന്നെ. എടി 2 മുറിയും തിരുവണേ. ഓ 1 മുറിയെ നേരെ തിരകിയിട്ടില്ല. അമ്മ ഞാൻ ഇത് തിരുവണോ ഞാൻ എണീറ്റ് പോണോ? അമ്മ കേട്ടാ? തിരുവണോ എണീറ്റ് പോണോന്ന്. നീ 2 മുറിയും തിരുവാതെ എണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ നിന്ന് നിനക്ക് ദാഹിച്ച പച്ചവെള്ളം കിട്ടൂല. വേറെ കുഴപ്പമൊന്നുമില്ല. പാവം പിങ്കി. നേരെ തിരികടി. ഇതാ സൈഡിലൊക്കെ ഇരിക്കുന്നു. ഓ ഓ നോക്കി നോക്കി ഇരിക്കാതെ. നീ ബോയം വെച്ച് മിണ്ടായിരുന്നില്ല ഈ തേങ്ങ എടുത്തിന്റെ തല അടിക്കും. ഓ നീ അടിക്കോടി. ഞാനും അടിക്കോടി. മക്കളെ അപ്പച്ചി വന്നേ. എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ എന്റെ പിള്ള തേങ്ങ തിരുവണ. നോക്കി ഇരിക്കണ ഇരിപ്പ് നോക്ക്. സർവേക്കല്ലേ ലോൺ തിരിക്കണ പോലെ. അപ്പച്ചി അപ്പച്ചി വന്ന് കയറിയോണ്ട് എന്നെ വാട്ടയാണോ? നീ ഇന്ന് ഇരുമ്പെടുക്കാൻ പോയില്ലേ? പോയിട്ട് നേരത്തെ വന്നു. ഇവിടെ എന്താണ്? പാചകം നടക്കുന്നു. എടി നേരത്തെ ഇറങ്ങിയാ? ഇറങ്ങി ആരും ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങി ATM-ൽ കയറി കുറച്ച് കാശ് എടുത്ത് കടക്കാരന്റെ കൈ കൊടുത്ത് അവന്റെ കണ്ണീരൊപ്പി അവിടെ നിന്ന് ഒരു ബസ്സിൽ ചാടി കയറി കണ്ടക്ടറോട് കുറച്ച് കുശ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചാടി ഇറങ്ങി കൈ വാക്കിന് വന്ന് ഒരു ഓട്ടൊക്കെ കൈ കാണിച്ചു. ദാ ഇവിടെ പറന്നിറങ്ങി. ദാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. എടി നിർത്തി നിർത്തി പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ശ്വാസം മുട്ടൂല. ശരി. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടല്. അമ്മക്ക് ശ്വാസം മുട്ടില്ല. എന്നിട്ട് മക്കളെ മണിക്കൂട്ടാണ് വരക്കോ ഇല്ലേ ഇപ്പം? ഓ ഉണ്ട് അപ്പച്ചി. കുറെ നാളായ വന്നിട്ട്? വന്നിട്ട് കുറച്ച് നാളായി. എടി എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി അമ്മേ. നിനക്ക് എന്നടാ മത്സരം? ഉടനെ ഉണ്ട്. ശരി. നീ ഇങ്ങോട്ടാണ് വന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ? നീ എന്തോന്ന് വെക്കണേ? ഒരു തക്കാളി കറിയടി. വല്ലതും കിട്ടുമോ ഇന്ന്? അതാ വെറും വയറ്റിൽ പോണോ? എടി ഒരാൾ എക്സ്ട്രാ വന്നു തോന്നി ഇവിടെ ഭക്ഷണത്തിന് മുട്ടൂല. അത്ര കണ്ടു. നിന്റെ അടുത്ത് ഞാൻ എത്ര നേരമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. നീ കേൾക്കണില്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനേ നിങ്ങൾ എന്റെ സാറാ? തൊഴിൽ നിൽക്കാൻ എല്ലാ മറുപടിയും പറഞ്ഞു. ഇതെന്തോന്ന് രാവിലെ തന്നെ കുഴപ്പങ്ങൾ തുടങ്ങി? കുഴപ്പം നേരത്തെ തുടങ്ങി. നിങ്ങളല്ലേ എനിക്ക് മുമ്പ് ജനിച്ചത്. ആ മൂക്കിന്റെ വലിപ്പം നോക്ക്. അത്ര ഇല്ലല്ലോ മനസ്സിന്റെ വലിപ്പം. എന്തോന്നാണ് ഇത്? നിനക്കിപ്പോ കാര്യം എന്തോന്ന്? എനിക്ക് കാര്യം പിടികിട്ടി. ഇതെന്നറിയോ? ആ. സഹോദരിയെ അമ്മേനെയും കാണാൻ സഹോദരൻ പോവാത്തതിന്റെ പരിഭവം. എന്തോ ചിത്ര ചിരിക്കാതിരിക്കുന്ന? നിങ്ങളെ കാണാൻ നിങ്ങളെ മണിക്കൂട്ടാണ് വരുന്നില്ലേ? നിങ്ങളല്ലേ സഹോദരി? അങ്ങേരെ സഹോദരിയാണ് ഞാൻ. സഹോദരി മാത്രമല്ല അമ്മയും കൂടെ ഉണ്ട്. നോക്കണ്ടേ? ഞാനാണ് എല്ലാം നോക്കേണ്ടത്. നിന്റെ പറച്ചില് കേട്ടത്തൊന്നും ഞാൻ പിടിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. നിങ്ങൾ തന്നെ വിടാത്തത്. എടി നീ എന്തോ വർത്താനം പറയണേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നാത്തു. ഇവിടെ എന്തോന്നും പറയണേ? ഞാൻ പറഞ്ഞതുള്ളത് തന്നെ. ചിന്നു നോക്ക്, നിങ്ങളുടെ സഹോദരി എന്തോന്ന് പറഞ്ഞിട്ട് പോയത്? അവൾക്ക് വേറെന്തോ ഉണ്ട്. എന്തെങ്കിലും ദേഷ്യം വന്നതായിരിക്കും. നീ എന്തോന്ന് പറഞ്ഞിട്ട് വന്നത്? വീട്ടിൽ നിന്ന് വന്നപ്പം ഞാൻ എന്റെ ജാതകം ഇതിനകത്ത് വെച്ചത് കാണുന്നില്ലല്ലോ. എന്തോന്നടി ബാഗിനകത്തിട്ട് ഉരുട്ടണേ? നീ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ ചിരിച്ചോണ്ട് വന്ന് കയറി. പിന്നെ അങ്ങോട്ട് വട്ടുമാവും ഒക്കെ മാറി. എടി നിനക്ക് പ്രാന്താണോ? കാര്യം പറയുന്ന ആൾക്കാർക്കൊക്കെ പ്രാന്താന്ന് പറഞ്ഞ നാട്ടിലെ രീതിയാ. നീ എന്തോന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കടി, മുഖത്ത് നോക്ക്. നോക്കി പറ. നിന്റെ ചേട്ടനെ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചേക്കണേ നിങ്ങളെ കാണാൻ വരെ സമ്മതിക്കില്ലെന്നാ? പറഞ്ഞു വിടണം. മടി പിടിച്ചിരിക്കുന്നതും പറഞ്ഞു വിടാത്ത രണ്ടിനും അർത്ഥം ഏകദേശം ഒന്ന് തന്നെ. എടി എനിക്ക് ദേഷ്യം വന്നത് എന്നെ കാലം വരെ തൂക്കി നിലത്തടിക്കേ. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നതേ ഇഷ്ടമല്ല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്തോന്നിത്? ഇല്ലേ അവിടെ മണി? എന്തോന്നിത്? അച്ഛാ അത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇവിടെ കുറച്ചു മുമ്പ് വരെ ചക്കര ഈച്ചയും പോലെ ഇരുന്നതാണ്. ഇപ്പൊ എന്ത് പറ്റുമോ എന്തോ? ഞാൻ പറയാം എന്താണ്. മിണ്ടാരി കൊച്ചേ. പിന്നെ അച്ഛൻ പറ. എന്തോന്ന് പറയാ? രണ്ടിനും തലക്ക് സുഖമില്ല. കളിയും ചിരിയും പറഞ്ഞോണ്ടിരുന്നാണ്. പെട്ടെന്നാണ് സീരിയസ് ആയത്. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോ അങ്ങോട്ട് പോണില്ല. അതാണ് ഇവളുടെ പ്രശ്നം. ആ ചോദിച്ചത് ശരിയല്ലേ? അച്ഛൻ ഇവിടെ ഞങ്ങളെ ആ പാട്ടയും പറക്കിക്കൊണ്ടിരിക്കാതെ വല്ലപ്പോഴൊക്കെ പാട്ടെ അങ്ങനെ ചോദിക്കണേ? ചോദിക്കാം പറ്റി ചോദിക്കാം. മിണ്ടാരി അല്ല നിർത്ത്. മണി അതറിപ്പോ. നീ റൂമിൽ പോയിക്കേ. പിള്ളേരും പോ. ഇവിടെ കിടന്ന് കളിക്കാതെ. എന്റെ വീടാണ്, ഞാൻ എങ്ങോട്ടും പോണില്ല. ഓ അവള് പറഞ്ഞു കേട്ടാ അവളുടെ വീടാണെന്ന്. നീ എന്റെ കഴുത്തിന് പിടിച്ചല്ലേ? ഞാൻ പോവാണ് കിളവി. ഓ ബൈ. ചിന്നു ചിന്നു അപ്പച്ചി അപ്പച്ചി പോവല്ലേ? അപ്പച്ചി 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 ചിന്നു ചിന്നു നിങ്ങൾ ഞാൻ അങ്ങനെയാണോ കണ്ടത്? ഒന്ന് പോവാ. ചിന്നു മോളെ ഇവിടെ വാ. ഡേ എന്ത്
എങ്ങോട്ട് പോണ്? ഞാൻ പോണ്. എവിടെ? എന്റെ വീട്ടിൽ പോണ്. അപ്പൊ ഇതെന്തോന്ന്? നിന്റെ വീട് എന്റെ വീടാ? അല്ലേ? നിന്റെ ചേട്ടന്റെ വീടെന്ന് പറ. അയ്യടാ, കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് പറ. നേരത്തെ എടുപ്പ് അങ്ങനെ ആയിരുന്നല്ല. നിന്റെ മാപ്പിളയുടെ വീടെന്ന് പറ. അതാണ് കുറച്ചുകൂടെ. അങ്ങനെ പലതും പറയും. കയറുന്നുണ്ടാകും തൊട്ട്. വിട്, എന്നെ വിട്. കേറാൻ. പെണ്ണുമ്പിള്ള എന്റെ സ്വഭാവം മാറ്റല്ലേ. ഇതേ എന്റെ രവിയണ്ണന്റെ വണ്ടിയാണ്. നിന്നെ കെട്ടുന്നതിന് മുമ്പേ അങ്ങനെ മേടിച്ചത്. വന്ന് വീണെങ്ങാനും പറ്റോ? ഡേ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാനേ മുനിയുടെ വീട്ടില് ഭാർഗവൻ പിള്ളയുടെ ബോളാണ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇടിച്ചു കയറ്റാൻ അറിയാം. കാണോടി, ഞാൻ ഇവിടെ ഇരിക്കൂ. പോടി മണി. എന്തോന്ന് മണി ഇത്? മോളെ ബാ. അണ്ണാ, ഞാൻ അണ്ണനെയും പിള്ളേരെയും കാണാനാണ് ഇവിടെ വന്നത്. വന്ന് കിട്ടി, ഭയങ്കര സന്തോഷം. ഞാൻ വീട്ടിൽ പോണ്. നീ ബാ, എഴുതേക്ക്. ഡേ എനിക്ക് പെണ്ണുമ്പിള്ള എന്റെ കൈയുടെ കോഴ എങ്ങാനും തെറ്റാനുണ്ടോ? ചവിട്ടി കൂട്ടി ഞാൻ. കൈ വിട അവള്. അതെ അമ്മ, അപ്പച്ചി, ഈ സിനിമ ഓവറാണേ. മതിയാക്ക ഇവിടെ ഉണ്ട്. വാ എണീക്ക്. നിങ്ങൾ ഇങ്ങനെ വാശി കാണിക്കല്ലേ മക്കളെ. ഇത് വാശിയുടെ പ്രശ്നമൊന്നുമല്ല. ഒരു മനുഷ്യൻ വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞു. ഞാൻ വരുമോ പിന്നെ? പറയുന്നേക്ക്. നീ എഴുന്നേക്ക്. ബാ, എഴുന്നേക്ക്. അകത്തോട്ട് പോ. എണീക്ക്. വാ. പിള്ളേര് പറയുന്നേക്കിനെ. അപ്പച്ചി 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 ഞാൻ കാല് പിടിക്കാം അപ്പച്ചി. എന്തോന്ന് എല്ലാരും കൂടെ സന്തോഷായിട്ടൊക്കെ ഇരിക്കല്ലായിരുന്ന. പ്ലീസ് അപ്പച്ചി വാ അപ്പച്ചി വാ. പിള്ളേർ കാല് പിടിക്കുന്നതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം. മാറി. ഓ, മാറങ്ങോട്ട്. ആരും ജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ വന്നത് വന്നു. ഇനി ഞാൻ വരൂല. കണ്ട, വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് കേറണ കണ്ട. എന്തോന്ന് ചിന്നു ഇത്? അത്രയ്ക്ക് സങ്കടം ഉണ്ടായിട്ടാണെന്നാ നീ ഇരിക്കുന്ന നാത്തൂനുണ്ടല്ലോ. ആരെങ്കിലും ചോദിക്കുമ്പോ ഇതിന് എന്റെ സ്വന്തം ചേച്ചിന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ പാവം. രവിയേട്ടൻ അറിയാലോ, ഈ സാധനത്തിനാണ് ഞാൻ എന്റെ മൂത്ത മോളായിട്ട് പ്രതീക്ഷിച്ചു വെച്ചേക്കണത്. കുറച്ചുകൂടെ വാക്കങ്ങ് പൊക്കി വിടാ. അമ്മാരാടുന്നതാണല്ലോ എല്ലാം. എടി, കണ്ടൊരെണ്ണം വന്ന് കെട്ടിപ്പിടിക്കണതും അല്ലെങ്കിൽ ഇളിച്ച് കാണിക്കണതും ഒന്നല്ല സ്നേഹം. അതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിഞ്ഞ് വരുന്ന ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്തോട്ട് വരുള്ളൂ. രവിയേട്ടാ, നിങ്ങൾ വരാം. നിങ്ങൾ ആരാ കൂടെ? എന്ത് പറ? എത്ര താമസം പറ എന്റെ കൂടെ എന്ന്. ഞാൻ ആരുടെ കൂടെ എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ എന്താണെന്നറിയുമോ? ദൈവം എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സമയത്തിന് ആഹാരം, ആഹാരപടിവ്, വസ്ത്രം, മനസ്സിലായില്ലേ? അതിന്റെ കൊഴുപ്പാണിത്. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിന് ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഈ രണ്ടെണ്ണം അലക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ കൂടുതൽ തത്വം ഒന്നും പറയണ്ട. അച്ഛൻ വല്ലപ്പോഴൊക്കെ അപ്പച്ചിയെ അച്ഛമ്മയൊക്കെ കാണാൻ പോയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല ഇവിടെ സംഭവിക്കുമായിരുന്ന. ഓ, ഇപ്പൊ തുടങ്ങും. ബാങ്ക്, രാംകുമാർ സാറ്, കുടുംബം, കുട്ടികള് എന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും. എന്തെങ്കിലും പറയണമെങ്കിൽ ഓടാൻ കരച്ചിലാണ്. അച്ഛൻ അല്ലെങ്കിൽ ഈ ഇടയായിട്ട് കരച്ചിരിച്ചിട്ട് കൂടി കൂടി വരെയാണ്. കൊച്ചു പിള്ളേരെ കണക്ക് കരഞ്ഞ് കാര്യം സാധിക്കും. എന്തോന്ന് ഇപ്പൊ അടുത്തായിട്ട് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ പറഞ്ഞ് വഷളാക്കി ചർച്ച ചെയ്ത് അവസാനം എന്റെ തലയെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അമ്മയും മക്കളും കൂടെ എന്നെ നെഞ്ചത്ത് കയറും. അത് കുഴപ്പമില്ല. എന്നിട്ട് ചെറിയണേ നാത്തോ സ്ഥാനമൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാളും ഞാൻ കുറെ മൂത്തതല്ലേ. മോളെ പൊടിക്ക് അടങ്ങ്. ദേവി എന്നെ ഇനി ഇവിടെ ആരും തടയരുത്. ഈ സ്ത്രീക്കുണ്ടല്ലോ ദേഷ്യം വന്ന ഭ്രാന്താണ്. എന്റെ ബാഗ് ഞാൻ പോകുന്നു. ഈ സാധനത്തിനാണെങ്കിലും ഇവിടുന്ന് പിടിച്ചു മാറ്റോ, അല്ലെങ്കിൽ ഞാൻ വലിച്ചു കീറും. പറയണോണ്ടാണോ? ഇവളല്ലേ നേരത്തെ പറയുന്നത് ഹൃദയത്തിനകത്ത് സ്നേഹമാന്ന്. ചിന്നു, നീ ഇരിക്കെ. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ വിഷമിക്കാതെ. നിങ്ങൾ എന്തിനാ ഇവളെ പേടിക്കണത്? അവള് പോണെങ്കിൽ പോട്ട്. നീ പോയെന്ന് പറഞ്ഞു. എന്റെ ബാഗ് എന്റെ ബാഗ് എന്റെ ബാഗ് അവിടെ ഇരിക്കും. അവിടെ നീ പോയെന്ന് പറഞ്ഞു ഇവിടെ ആരും നിന്റെ കാല് പിടിക്കാനൊന്നും വരാൻ പോണില്ല. പോ. ആര് പോണ്? ഞാൻ പോണില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇതെന്റെ അണ്ണന്റെ വീടാണ്. ചിലപ്പോ ഞാൻ കിടക്കും. ഇവിടെ നല്ല സുഖമാണ് ഇവിടെ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. കണ്ടാ കുഴപ്പം? കണ്ടാ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഹങ്കാരമാണ്. ഓരോ സ്ത്രീകളുണ്ടല്ലോ, കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകൾ പാടുപെടുകയാണ്. നാട്ടുപുറത്തൊക്കെ എടുത്ത് പാടുപെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഇവിടെ ആ ഒരു കുഴപ്പമില്ല. ഇവർക്കൊന്നും അറിയണ്ടല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും. രാവിലെ എണീച്ച് അമ്മയും അപ്പച്ചയും കൂടെ തൊഴിലുറപ്പ് പണിക്ക് പോയി. നിർത്ത്. പണി, നീ അടുക്കളയിൽ പോ. നീ വല്ലതും കഴിച്ചാ മോളെ? പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിച്ചിട്ട് വേണം ഈ സ്ത്രീ പറയാൻ. ഇവള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ കഴിച്ചിട്ട് പോകണമെന്ന്. എത്ര ചോറായിട്ട് ഞാൻ ഉരുട്ടിട്ട് നിനക്ക് വായി വെച്ച് തന്നിക്കിടത്. ഓഹോ, മറടി അങ്ങോട്ട്. എന്തോ പോണ അടുത്തത്.
ബാക്കി പറയടി. എന്തോന്ന് പറയേ? നീ അവിടെ നിന്ന് ചാടിത്തുള്ളി വന്നില്ലേ, അതിന്റെ ബാക്കി പറയാൻ. ഒന്നുമില്ല. ബാക്കി പറഞ്ഞിട്ട് പോയാ ചിന്നു കൈവിട്. കൈവിടി. നിങ്ങൾ മിണ്ടായിരിക്കണ്ണ. നീ നിന്റെ മനസ്സിൽ വിചാരിച്ചെന്താണ് ഞാൻ പറയട്ടാ. പറയടി. നിന്നെ ആരും ഇവിടെ സഹായിക്കാനില്ല. ഞാൻ വന്നിട്ട് എല്ലാം കഴിച്ചിട്ട് പോണ്. അതുകൊണ്ടാണ് എനിക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണ് എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. ഭഗവതി, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറഞ്ഞാലുണ്ടോ ചിന്നു, നിന്നെ ഞാനുണ്ടല്ലോ. നീ അത് തന്നെ നീ കിടന്ന് ഉരുളണ്ട. നിന്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു. നീ അങ്ങനെ പറയൂ, എനിക്കറിയാം. നിർത്തിക്കോ നീ. ഇനി മേലെ അക്ഷരം വേണ്ടിയുണ്ടല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്നാലും അമ്മ എന്തുവാണ് പറയാൻ വന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞു കൂടമ്മ. എടി ഞാൻ ശരിക്കും ഒന്നും പറയാൻ വന്നില്ല. പക്ഷെ നീ ഇത്രയും കിടന്ന് തുള്ളിയതുകൊണ്ട് ഞാൻ പറയാണ്. നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഒരു ചെറിയ കുഞ്ഞു പോലെ സഹിക്കൂല. കണ്ണാണ മാറങ്ങോട്ട്. കണ്ണാണ പറഞ്ഞാണ്ട അവള്. എന്നാലും നിനക്ക് പറയാൻ ചിന്നു നിർത്താൻ മതി. ഇങ്ങനെ പോയാൽ ഇത് വീണ്ടും വലിയ തല്ലാവും. ഞാനൊന്നും ഇതുവരെ പറയാതെ നിന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ പക്ഷാഭേദമാണെന്ന് പറയും. അതുകൊണ്ട് ഇത് ഇവിടെ നിർത്ത്. ആരെങ്കിലും കയറി കണ്ടോണ്ട് വന്നത് എന്ത് മോശമാണെന്ന് അറിയുമോ? രണ്ടാളോടും കൂടി പറയാണ് നിർത്ത്. അപ്പച്ചി വാ, എന്റെ റൂമിലോട്ട് പോവാം വാ. വിടടി, എന്റെ കയ്യിൽ നിന്ന് വിടറി. അമ്മ അമ്മയെങ്കിലും വാ അമ്മ, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. ഒന്ന് മിണ്ടായിരിക്കുമ്പോഴേക്കും സമാധാനാവും അമ്മ. മാറിയില്ലടി, അവള് സമാധാനിപ്പിക്കാൻ വന്നേക്കുന്നു. അല്ലെങ്കിലും ദേഷ്യം വന്ന ഈ മലയാളത്തെ തുളയ്ക്ക് ആർക്കെങ്കിലും പറ്റുമോ അണ്ണാ? ആരെങ്കിലും എന്റെ മതയാനാ? ചിന്നു നിനക്ക് ഇവിടെ തല്ല് വാങ്ങിക്കണോ? എന്നെ അടിച്ചാൽ ഞാനും അടിക്കും. നിനക്ക് ഇപ്പൊ എവിടെയും തല്ല് വാങ്ങിക്കണോന്ന് വേണോ? വേണ്ട. നിനക്ക് ഇവിടെ തല്ലണോ? എടി തല്ലണോന്ന് വേണ്ട. രണ്ടെണ്ണം കൂടെ അവർ തുടങ്ങിയിട്ടുണ്ട്. ചേർന്നില്ലടി, അങ്ങോട്ട് ചേർന്നിക്കാൻ. നീ ഇങ്ങോട്ടില്ല. അപ്പച്ചി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടു. ഉമ്മാടി കൊടു കൊടു. പാവല്ലേ അമ്മ? അപ്പച്ചി കൊടു പ്ലീസ് കൊടു. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ഉമ്മ മണി ചിരിയടി ചിരിയടി. നീയും നിങ്ങൾ വലിയ ആള് ചമയല്ലേ? നിങ്ങൾ നിങ്ങളുടെ അമ്മേനെയും പെങ്ങളെയും കാണാമത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര അനുഭവിച്ചത്. വലിയ നല്ലവള ചമയല്. നീ എന്തോ അനുഭവിച്ചു ഇവിടെ? വേണ്ടി ഞാനാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നീ സംസാരിക്കണ്ട, നീ സംസാരിക്കണ്ട. അതെ ന്യായം തീർന്നു. ഒരു കാര്യം ചെയ്യാതെ എന്തോ കാര്യം ചെയ്തില്ല ഇവിടെ. മിണ്ടരുത് മിണ്ടരുത്. നീ ഇവിടെ വരുന്നത് നിന്റെ ആങ്ങളെയും നാത്തൂനെയും പിള്ളേരെയും കാണാനാണോ? ആണോ? നിങ്ങൾ അങ്ങോട്ട് വരാത്തോണ്ടാ. അങ്ങോട്ട് വരും, സമയമുള്ളപ്പോ വരും. ഞാൻ ഇവിടെ ചുമ്മാ നടക്കില്ല. അച്ഛനാണ്. അതങ്ങനെയാണല്ലോ. അവസാനം എല്ലാം കൂടെ ഒന്നാവും. ഇവിടെ കഷ്ടപ്പെടാനും പാടുകൊണ്ടാണ് ഞാൻ മാത്രമല്ലേ. ഞാൻ ഇരിക്കുന്നു.